ഇപ്പോഴും രോഗ ഉറവിടം കൃത്യമായി ഏത് എന്ന് കണ്ടെത്താനാകാത്തതാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ചുള്ള പ്രധാന ആശങ്ക. മലപ്പുറം ചേലേമ്പ്ര സ്വദേശിയായ ഷാജിയുടെ മരണത്തിനിടയാക്കിയ രോഗ ഉറവിടം ഇപ്പോഴും കണ്ടെത്താനാകാത്തതിന്റെ ആകുലതയിലാണ് നാട്ടുകാർ. ഷാജിയുടെ മരണത്തോടെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളും ഇരുട്ടിലായിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 9 ചേലേമ്പ്ര ചാലിപ്പറമ്പ് സ്വദേശിയായ ഷാജി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിക്കുന്നത്. അപസ്മാര ലക്ഷണങ്ങളോടെയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്നുള്ള പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. മണ്ണിൽ കാണുന്ന അമീബയാണ് രോഗത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും സ്ഥിരീകരണമില്ല. ഇവനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ആൾക്കാർ ഇവിടെ ഈ ഏരിയയിലെ വെള്ളങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത്, ഇവിടെ കുഴൽക്കിണറാണ്, ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്ത് അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. രോഗം ഇവിടുന്ന് വന്ന് പെട്ടത് ഇതുവരെ ആരോഗ്യത്തിന് ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല. കൂലിവേല ചെയ്തിരുന്ന ഷാജിയുടെ അകാല മരണത്തോടെ കുടുംബം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതെ, കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ഒരു ഇത് തന്നെയാണ്. കാരണം മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ മകളെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. പിന്നെ അവൻ കൂലിപ്പണിയാണ്, ഭാര്യ ഇതേമാതിരി ഒരു കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, വിധത്തിലാണ്. രോഗ ഉറവിടം കണ്ടെത്താനാകാത്തതിൽ ആശങ്കയിലാണ് നാട്ടുകാർ. കുളത്തിൽ കുളിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പത്രത്തിലൊക്കെ കണ്ട് മണ്ണിലൂടെയും വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുളിക്കുന്ന കുളിമുറിയിൽ നിന്നാണ് കുളിക്കുന്ന കൂടി അതിനും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പം എല്ലാവർക്കും ഒരു ആശങ്കയാണ്. അപ്പം ഇവിടെ ക്ലോറിനേഷൻ വാർഡ് പഞ്ചായത്തിൽ മൊത്തം എല്ലാ വാർഡുകളിലും ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട്. ഷാജിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ നടുക്കത്തിലാണ് നാട്. രോഗ ഉറവിടത്തെക്കുറിച്ചൊരു സൂചന പോലുമില്ല. അതുതന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാക്കിയാക്കുന്ന പ്രധാന ആശങ്ക. അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.